തട്ടി മാറ്റല്ലേ കാറിന്റെ ഇത് മുന്നോട്ടുണ്ടേ. രണ്ട് സാധനം നൊറബി നല്ല ഉറക്കാണ്. അർഷക്കിന്റെ BMW. Hello everybody, welcome back to my YouTube channel. നമ്മള് ഇന്ന് I think after 1 year എല്ലാവരും കൂടിയിട്ട് നമ്മൾ ട്രിപ്പ് പോയിട്ട് ട്രിപ്പല്ല ക്യാമ്പിങ്ങിന് പോയിട്ട് 1 വർഷമായി. സോ ടുഡേ വി ഓൾ, അതായത് നമ്മളുടെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും കൂടി നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നതാണ്. വാസ്കിസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ബീവർ ഗ്ലെൻ അല്ലേ അല്ലേ? അതെ, ബീവർ ഗ്ലെന്നിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ ഉള്ളത് റെജൈന എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ്. അപ്പോൾ റെജൈനയിൽ നിന്ന് ഒരു 5 hours അപ്പുറത്തുള്ള ഒരു ക്യാമ്പിംഗ് സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരുമായി നമ്മൾ 3 വണ്ടികളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. കേട്ടത് വെച്ചിട്ട് ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള സ്ഥലമാണ്. സോ വി ആർ വെരി വെരി എക്സൈറ്റഡ്. നോറക്കുട്ടിയുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് ട്രിപ്പാണ്. സോ ഐ തിങ്ക് ഈ ട്രിപ്പ് ഇസ് ഗോയിങ് ടു ബി വെരി മെമ്മറബിൾ. നോറക്കുട്ടിക്കും ഭയങ്കര മെമ്മറബിൾ. ഓർമ്മ ഉണ്ടെങ്കിൽ നല്ല മെമ്മറി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? ഓർമ്മയിട്ടല്ലേ? അതെ. ആൻഡ് നോറക്കുട്ടിക്ക് ഇങ്ങനെ പുറത്തെല്ലാം പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. നോറക്കുട്ടിനെ ഒന്ന് കാണിക്കോ? നമ്മളെവിടെയാ പോകുന്നത്? കാറില് ഞാൻ വിളിക്കണ. ഹേ സിറി, കോൾ വീശി നടന്നു പോകുന്നൊരു മനുഷ്യൻ. ഞാന് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ കഴിക്കുന്നത് പ്രോട്ടീൻ ബാറാണ്. വളരെ കോസ്റ്റ്ലി ലൈഫ് സ്റ്റൈലാണ് ഞങ്ങളുടേത്. ഞാന് ഒരു പാല് കൊടുക്കുന്ന ഒരു അമ്മയല്ലേ, അതുകൊണ്ട് 2500 കാലറി എനിക്ക് പെർ ഡേ വേണം. അതുകൊണ്ട് അത് ട്രിപ്പിനെല്ലാം പോകുമ്പോൾ നമ്മള് എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാല് വാവക്ക് പാലുണ്ടാവില്ല. നമ്മള് വാവേനെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. അതിന്റെ കൂടെ ഇപ്പൊ സോളിഡ്സ് കുറച്ച് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത്? 20 gram പ്രോട്ടീനാ. ദാഹിച്ച് ഞാൻ ചാവും. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പം ടിം ഹോട്ടൻസിലേക്ക് പോവാണ്. ഒരു മീഡിയം ഡബിൾ കോഫി. പിന്നെ എനിക്ക് എന്താണ്, എനിക്ക് ഫാമേഴ്സ് റാപ്പ് മതി. മീഡിയം Tim Hortons. And that's everything. And a medium blackberry protein. ഇതെന്താ ഇത്? ബ്ലാക്ക്ബെറി പ്രോട്ടീൻ ക്വഞ്ചർ. ബ്ലാക്ക്ബെറി പ്രോട്ടീൻ ക്വഞ്ചർ കുടിച്ചു നോക്കാം. ഈ റാപ്പ് കഴിക്കാം. സോസേജ് ആൻഡ് ബേക്കൻ ഫാമേഴ്സ് റാപ്പ്. നിങ്ങൾ സാധനം മേടിച്ചിട്ട് നേരെ ഇറങ്ങോ. നോരബി പാല് കുടിക്കാം നമുക്ക്. കൊറേ നേരമല്ലേ പാല് കുടിച്ചിട്ട്? ഒരു ഗൗരവം, പച്ചപ്പും ഹരിതാപവും. ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് ഈസ് ഡേവിഡ്സൺ. നമ്മൾ 8 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പം ഏകദേശം 10 മണിയാവാനായി. നമ്മൾ വെള്ളം കുടിക്കാൻ സിസുവാക്കാൻ ഡേവിഡ്സണിൽ വന്നതാണ്. മൊത്തം പൊടി പടലം. Saskatchewan 11 North, which saves 12 minutes. If you prefer to see north in Saskatchewan 11 North, വെള്ളം കുടിക്കാന്നോ? ഞാനും സെസിലും. ഇത് വിഷി. അപ്പുറത്ത് സുന്ദർ നർഷക്. പുറത്തിറങ്ങാം നമുക്ക്. കുറച്ചു നേരമായി പാലും എടുത്തിട്ട്. ടൈം ടു ഫീഡ് മൈ ബേബി. പുറത്തിറങ്ങാം.
വാവനെ ഫീഡും ചെയ്തു. വാവന്റെ ഡയപ്പറും നമ്മൾ ഷടപടെ ചേഞ്ച് ചെയ്തു. പണ്ടെല്ലാം അയ്യോ നമ്മളിത് എങ്ങനെ ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് നിന്ന് ഞാനിപ്പോ കാറിന്ന് ഇങ്ങനെ മടി കിടത്തി ഡയപ്പറെല്ലാം മാറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് സാസ്കറ്റൂൺ. ഇവിടെ നിന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 1 hour. ഒരു 100 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പിറ്റ് സ്റ്റോപ്പ് എത്തും. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇപ്പം വാവേനെ ഫീഡ് ചെയ്തു. ഹാപ്പി അല്ലേ? ഓൾസോ ഡയപ്പർ ചേഞ്ച്. ഇവിടെ അടുത്തൊരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സ്റ്റേഷൻ കാണിച്ചെടുക്ക. ഇതാണ് ഇവിടുത്തെ ഗ്യാസ് സ്റ്റേഷൻ. എന്താ വേണോ? ഐസ്ക്രീം അല്ലേ? ഇപ്പൊ കൊടുക്കാം. പോയിട്ട് സമ്മറായി കഴിഞ്ഞ സ്പ്രിംഗ് സമ്മർ ഈസ് സോ ഫ്രീക്കിംഗ് ബ്യൂട്ടിഫുൾ, ഗോർജിയസ് ആണ്. ആൾക്കാർ ഞങ്ങളുടെ ഒരു വൈറ്റ് ഫ്രണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞു സ്പ്രിംഗ് സമ്മർ ആകുമ്പോൾ ഇവിടുന്ന് പോകാനേ തോന്നൂല. അപ്പോൾ ഞങ്ങളുടെ വൈറ്റ് ഫ്രണ്ട് പറഞ്ഞു സിസ്കാച്ചുവൻ ഈസ് ജസ്റ്റ് ലൈക്ക് കാനഡാസ് ആംപിറ്റ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കാനഡയുടെ മറ്റുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാവുമെന്ന്. സത്യമായിരിക്കും. നമ്മളങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. ടൊറന്റോയില് കുറേ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ വേറെ എവിടെയും നമ്മൾ പോയിട്ടില്ല. ഇത് രസമല്ലേ പുറത്ത് കാണാന്? നല്ല ഭംഗിയുണ്ട്. വലിയ ആകാശം. നമ്മള് ഇതുവരെ നമ്മള് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാനിപ്പം ഒന്നുകൂടി നോറക്കുട്ടീനെ ഫീഡ് ചെയ്തു. എന്നിട്ട് നമ്മള് വീണ്ടും ഇനിയും 1 hour and 7 minutes ബാക്കിയുണ്ട് നമ്മളുടെ വാസ്കസു ബീവർ ഗ്ലെൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പിംഗ് ഗ്രൗണ്ടിലേക്ക്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് വി ആർ ടേക്കിംഗ് എ സീനിക് റൂട്ട്. ഡെസ്റ്റിനേഷനെക്കാളും ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ജേർണി. ഒരുപാട് ഹർഡിൽസ് കടന്നിട്ട് മാത്രമേ നമുക്കൊരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താൻ പറ്റുന്നല്ലേ. അതെ, അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോവാണ്. നമുക്ക് കുറച്ച് ക്ഷീണാവുന്നുണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. കുറച്ച് പാല് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് പെട്ടെന്ന് ഷുഗർ ലോ ആയിപ്പോ. വേണ്ട ഇതിനകത്ത് ഉണ്ട് മറ്റേ പ്രോട്ടീൻ ബാർ ഉണ്ട്. ഇത് നമ്മള് നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കയറിയില്ലേ? നമ്മളിപ്പം നാഷണൽ പാർക്കിന്റെ ഇല്ല. ഞാൻ പണ്ട് സ്കൂളില് ഓട്ട മത്സരത്തിന് ഫസ്റ്റ് ആയിരുന്നു. കരടിക്ക് എന്തോ കാണും ഒരു ശക്തി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നമ്മള് 3 കാറുകളിലായിട്ടാണ് പോകുന്നത്. അപ്പം എന്താ പറയാ, ഓടിച്ചോടിച്ച് എത്തത്തില്ല. ഇവിടെ ആകാശേട്ടും അമൽ ബ്രോനും ഭയങ്കര വാശി. നമ്മള് ഫസ്റ്റ് എത്തണം എന്ന്. ഫസ്റ്റ് എത്തിയിട്ടില്ലെങ്കിൽ വീട്ടുകാർ ചീത്ത പറയുന്ന പോലെ. എന്താ ഫസ്റ്റ് എത്താഞ്ഞേ? വഴക്ക് പറയും അമ്മ. അതുകൊണ്ട് നമ്മള് സ്പീഡില് ഫസ്റ്റ് എത്താൻ പോണം. ഇപ്പൊക്കെ എന്താ വട്ടാ, നമ്മളുടെ അടുത്ത് ബെയർ സ്പ്രേ പോലും ഇല്ല. അത് മെയിലാണ്. അപ്പുറത്തേക്ക് ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു എൽക്ക് കാണുന്നത്. അല്ല, നമ്മള് ഇവിടെ ബാമ്പു എൽക്കിനെ കണ്ട് മൂസ് കാണാം, പക്ഷെ മൂസ് കുറച്ചുകൂടി ഇല്ലൂസീവ് ആണ്. അല്ല, നമ്മളിപ്പോ കണ്ടത് എൽക്കിനെയാണ്. എൽക്ക് ഡേഞ്ചറസ് എൽക്ക് പ്രൊട്ടക്ടിംഗ് യങ്. Stay at least 30 meters away from elk.
അല്ലെങ്കിൽ കുത്തി കൊല്ലൂന്ന് ഇങ്ങനെ. ഇത് പിന്നെ ഇതെടുത്താ പോരെ, വേറെ നമ്മൾ ഓൾറെഡി പാസ് എടുത്തില്ലേ? ചോദിച്ചോക്കണോ വേറെ പാസ് നമ്മൾ എടുത്തപ്പം കാണിക്ക്. നമ്മൾ 2 ദിവസത്തേക്കാണ് ഇതെടുത്തത്. സോ എല്ലാം കൂടിയിട്ട് ഒരു $39 ആയി ഫോർ 3 ഡേയ്സാ. ഇന്നിപ്പോ ഫ്രൈഡേ, സൺഡേ. ടിൽ സൺഡേ നമുക്ക് ഒരു $39 ആയി. കാനഡ, ഐ മീൻ ഈ നാഷണൽ പാർക്കിൽ കയറാനുള്ള ആ ഒരു ഫീസ് നമ്മളുടെ കാറിന്റെ. ആരും പോകില്ല എൽക്കിന്റെ അടുത്ത്. വലിയ വലിയ മരമൊക്കെ കാണുമ്പം ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പോവും. ഇതാ നമ്മളുടെ ഇതിന്റെ പേരെന്താ പറയാ? ഒക്കിടെക്. സത്യം പറ, ഒറ്റിക്. എനിക്കറിയില്ല ഇത്. ഇതിനുള്ള ഇങ്ങനെ ബങ്കർ ബെഡ് സെറ്റപ്പ് ആണ്. നമ്മൾ ഫസ്റ്റ് ഡേ ഈ സംഭവത്തിൻ്റെ ഉള്ളിലും നാളെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് ക്യാമ്പിൻ്റെ ഉള്ളിൽ, ഐ മീൻ ടെൻറ്റിൻ്റെ ഉള്ളിലുമാണ് താമസിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്തോന്ന് പറഞ്ഞു തരുമോ? ഒട്ടൻറ്റിക് എന്നാണ് ഈ ബാക്കത്തെ സുനേൻ്റെ പേര്. നല്ല സ്ഥലം. ഇവിടെ കരടിയൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നോറക്കുട്ടി പാവം കുറേ നേരമായി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ചന്തിയെല്ലാം കൊതുക ഉണ്ടല്ലോ. കൊതുകാണ് ഇതിൻ്റെ ഉള്ളിൽ, അതറക്കാത്തതമ്മ ഇരിക്കുന്നത് കാണുന്നുണ്ടോ? ഫുൾ കൊതുക. എൻ്റെ മോനെ. ഇതിൻ്റെ പേര് എനിക്ക് എത്ര കിട്ടുന്നില്ല. ഒത്തന്റിക് അല്ല, ഒട്ടന്റിക്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ കൊതുക് കയറും. നല്ല രസമുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കിടക്കാൻ പോകുന്ന ഇരുട്ടാണല്ലോ ഇതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ല. ഇല്ല ഞാൻ മേലെ. ഞാൻ ചുട്ടും താഴെ ആയിരിക്കുന്നല്ലേ. തണുക്കുന്നു. ഇവിടെ ഹീറ്റർ ഉണ്ട്. നമ്മള് ഹീറ്റർ ഓണാക്കി. 2 ഒട്ടന്റിക് ആണ് നമ്മളിപ്പം സെറ്റാക്കി. എന്റെ നെറ്റിയിൽ കൊതുകുണ്ടാ? 2 ഒട്ടന്റിക് ആണ്. ഒന്ന് ഇതും ഒന്ന് കുറച്ചപ്പുറത്താണ്. അപ്പൊ അവിടെ നമ്മൾ ഫ്രണ്ട്സ് പാർക്ക് ചെയ്യാൻ പോയി. എനിക്ക് തണുക്കുന്നുണ്ട്. നശിച്ച കൊതു. കൊതുകളെ പിടിക്കുന്ന അമ്മയുടെ ചന്തി കയറണം വന്ന ഒരൊറ്റ കടി. തണുക്കുന്നു. But it feels good after this long drive. നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഫൈനലി എത്തിയപ്പം നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. നോറക്കുട്ട, അമ്മക്കുട്ട, കൊതുകാടാ, ഭയങ്കര കൊതുക. അമ്മേ കാണുന്നുണ്ടോ എനിക്ക്? ഭയങ്കര അത് കടിക്കുന്ന അമ്മ. അമൽബ്രോനെ ഇഷ്ടപ്പെട്ടെന്ന്. വാം ബ്ലഡഡ് ക്രീച്ചർ. അത് നോക്കുമ്പോ വലിയൊരു ശരീരം, നിറയെ ചോര. നമ്മൾ എൽക്കിനെ കണ്ട്. എൽക്ക് നമ്മൾ എന്തിനാ കണ്ടേ? അതിങ്ങനെ ഇവിടെ വന്നു. കുറുക്ക് കുടിക്കുന്ന അപർണ ദിമോം. നമുക്ക് ഇനി ഇവിടെ സ്ഥലങ്ങളെല്ലാം കാണാൻ പോവാ. ഇവിടെ വന്നിനെ ക്യാമ്പിങ്ങിന് വന്ന നോർക്കുടി ഫസ്റ്റ് ക്യാമ്പിങ്. 1 2 3 4 5. എവിടെയാ പോണ്ടേ ചുട്ടൂന്? എന്തല്ലേ നല്ല രസമുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്യാൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്ന. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ചെയ്യണം. തീയെല്ലാം കത്തിച്ച് അതിൻ്റെ മൂട്ട് പോയിരിക്കണം. ഇന്ന് നമുക്ക് ഡിന്നറാണ് നമ്മളുടെ അടുത്ത പരിപാടി. ചിക്കൻ നമ്മൾ സ്മോക്കി ഗ്രില്ലിൽ പൊരിച്ചെടുക്കും. ഇന്ന് എനിക്ക് ഇത്രയും ട്രാവൽ ചെയ്തിട്ട് നോറക്കുട്ടിക്കും വയ്യാണ്ടായി. വെറുതെ പാസഞ്ചർ പ്രിൻസസ് ആയിരുന്നു. എനിക്കും വയ്യാണ്ടായി. ലോ എനർജി. തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അതിന് മുന്നേ നമ്മളൊന്ന് നടന്നിട്ട് വരാം. ഓക്കെ. എന്താ ചെടി മരം. മരം
മരം മരം എന്നല്ലേ എല നമുക്ക് മരം മരം തന്നെ ആദ്യമായിട്ടല്ലേ നമ്മൾ മരമൊക്കെ തൊടുന്നേ. എന്തല്ലേ ഫസ്റ്റ് ടച്ച്, സോ സ്പെഷ്യൽ. നമ്മുടെ അടുത്ത് ബെയർ സ്പ്രേ ഒന്നുമില്ല. ആടെല്ലാം ഏതൊക്കെ കുട്ടികളെല്ലാം കാണുന്നുണ്ട്. റീലെടുക്കാൻ കൊതുകുള്ളൊരു ചെറിയ പ്രശ്നം മാത്രമേ എനിക്ക് നമ്മൾ നിൽക്കുന്ന ആട് വാട്ടർ ബോഡി ഉണ്ട്, കാണിച്ചു തരാം. അതുകൊണ്ടാണ് തോന്നുന്നല്ലേ കൊതുക് അതിൻ്റെ അടുത്ത്. അതാ വെള്ളം കാണിച്ചു കൊടുക്കുക. ആ വെള്ളം കാരണമാണ് കണ്ടാനി വെള്ളത്തിൽ എന്നാ സംഭവിക്കുക. കൊതുക് മുട്ടയിടും. എന്നിട്ട് കൊതുക് ഇങ്ങനെ വരും. അതിന് വേണ്ട സാധനം എങ്ങനെ നമ്മളെന്തൊക്കെ ഫ്ലേവർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ? ഇന്ന് ഡേ 2 ഓഫ് ക്യാമ്പിംഗ് ആണ്. ഭയങ്കര മുഖത്ത് വെയിലടിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഇന്നലെ സ്ലീപ്പിംഗ് എന്താ പറയാ, സ്ലീപ്പിംഗ് അല്ല ഇതിന്, പക്ഷെ ഞാൻ മറന്നു എൻ്റെ പേര്. ഇത് സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്താണ് നമ്മളിന്ന് കിടന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റഡ് ഒക്കെയാണ്, ബട്ട് സ്റ്റിൽ എന്താ പറയുക, നമ്മൾ ബെഡ്ഷീറ്റ് അങ്ങനെ ഒന്നും കൊണ്ടുവരാറില്ല. നമ്മൾ യൂഷ്വലി ക്യാമ്പ് ചെയ്യുമ്പം നമ്മൾ ജസ്റ്റ് ഒരു ഈ സൊന എടുത്തിട്ടാണ് വരാറ്. സ്ലീപ്പിംഗ് ബെഡ് എടുത്തിട്ടാണ് വരല്. സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടാണ് എപ്പോഴും നമ്മൾ ക്യാമ്പിങ്ങിന് പോലെ. നോറക്കുട്ടീനെ ഞാൻ രാവിലെ തന്നെ ഫസ്റ്റ് തിങ് ഞാൻ എണീച്ച ഉടനെ ഞാൻ നോറക്കുട്ടീനെ റെഡിയാക്കി. എന്താ പറയുക, അതിൻ്റെ വൈറ്റമിൻ ഡി കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. പിന്നെ ഉടുപ്പൊക്കെ മാറ്റി കൊടുത്തു. എന്താ പറയുക, കുളിപ്പിക്കാനൊന്നും ഇടുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു വൈപ്പ് വെച്ചിട്ട് തുടച്ചു കൊടുത്തു, അത്ര ചെയ്തിട്ടുള്ളൂ. വെളിച്ചം കുറവാ ഇവിടെ കാണുന്നില്ല അതിനകത്ത്. നീ കുട്ടി ഹായ് പറയാം. ഇങ്ങനെ ഉണ്ടായിരുന്നു ഡേ 1 ഓഫ് ക്യാമ്പിങ്? ഇഷ്ടപ്പെട്ടോ? നവറക്കുട്ടി രാത്രി ഭയങ്കര കോപ്പറേറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വിലങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ചെറുതായിട്ട് പാലിന് വേണ്ടി രാത്രി നം കറിയല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കുട്ടിയാട്ടോ. ഇന്ന് നമ്മൾ രാത്രി ടെൻറ്റിലാണ് ഉറങ്ങാൻ പോകുന്നത്. എന്താ നിങ്ങൾ വ്യൂവേഴ്സിനോട് ഹായ് പറഞ്ഞു? നിങ്ങൾ കെട്ടിപ്പിടിച്ച ഹായ് പറയാം. വാ പല്ലേക്കാൻ വാ. എൻ്റെ ഇടയ്ക്ക് അണ്ണട ഇടാത്തതുകൊണ്ട് അത്ര ഒരു കാഴ്ചക്കുറവുണ്ട് എനിക്ക്. നമസ്കാരം. ഹലോ. ഇവർ രണ്ടാളും കൂടി ഇവിടെ രാവിലെ തന്നെ മരമൊക്കെ കൊണ്ടുവന്ന് തീയിട്ടു. ഞാനും അനുസരിച്ച് കുളിക്കടവിൽ കുളിക്കാൻ പോകുന്ന പോലെ. ബെയർ സ്പ്രേ എടുക്കണ്ടല്ലോ, എടുത്താലും നമുക്ക് രണ്ടൊക്കെ ഉപയോഗിക്കാറില്ലല്ലോ. നമ്മൾ രണ്ടാളും നമ്മളെ മേൽ തന്നെ അടിച്ച് ബെയറിന് വലിയ ബോധം കിട്ടും. ഇടരുത്. പക്ഷെ ഞാൻ എപ്പോൾ പെർഫ്യൂം അടിക്കാൻ നോക്കിയാലും എൻ്റെ മുഖത്തേക്ക് എന്നെ അടിച്ചു പോലെ തിരിഞ്ഞ്. അതുപോലെ സ്പ്രേ എങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന് മരിക്കാം. അതെ, ഇതാണ് നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന വഴി. ഞാൻ പറഞ്ഞില്ലേ എന്തൊരു വൃത്തിയല്ല. എത്ര ആൾക്കാർ ഇവിടെ വരുന്നതാ, എവിടെയും കാണുന്നില്ല. അപ്പുണ്ട് അവിടെ ഒരു തരി കഷ്ണം. ഞാനൊരു ദിവസം ഒരു പൂക്കൾ കാണിച്ചോട്ടുണ്ട്. ഇവിടുത്തെ കുഞ്ഞി പ്രിൻസ് ആൽബർട്ട് നാഷണൽ പാർക്കിൻ്റെ ഒരു ഇൻഫർമേഷൻ. ഇനി അടുത്ത ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ആണ് ബാത്റൂം ഇവിടുത്തെ. നമുക്ക് ഇവിടെ ഒരു ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട്, വിച്ച് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ എന്താ പറയുക എല്ലാവർക്കും. കുട്ടികളെ മാറ്റാൻ പെട്ടെന്ന് ഇതാക്കുന്ന ആൾക്കാർക്ക് ഡയപ്പർ സ്റ്റേഷൻ ഇസ് വെരി നൈസ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ക്യാമ്പിംഗ് സെറ്റപ്പിൽ. ഇതാണ് കുളിക്കടവ്. ഇവിടുന്ന് കുളിക്കാം. ഇതെൻ്റെ പൗച്ചല്ല, അനുശ്രീ ചേച്ചീൻ്റെ പൗച്ചാണ്.
മറ്റുള്ളവർ ഫേസ് വാഷ് സോപ്പെല്ലാം കൊണ്ടുവരുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞാൻ. ക്ലിനിക് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയാണ്. ഞാൻ തണുത്ത വെള്ളത്തിലാണ് മുഖം കഴുകുന്നത്. അത് നല്ല സുഖമുണ്ട്. അച്ഛന്റെ കുട്ടി വന്നോ? ചിക്കൻ കൂടെ ചായ കുടിക്കാം. എന്ത് രസാ രാവിലെ ഇങ്ങനെ കാട്ടില് എല്ലാരും ഉണ്ടാക്കി തന്ന ഒരു ചായ കുടിക്കുന്ന ഫീൽ സോ കാം. നാളെ പോവാൻ നേരത്ത് നോക്കാം. മയോണൈസ് വേണ്ട. നല്ല രസമുണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ രാവിലെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്ന്. ലുക്ക് അറ്റ് ദാറ്റ്. എഴുന്നേറ്റ് ചെയ്യുള്ളൂ. അതാ ഗായുവിന്റെ മുഖം ഇങ്ങനെ ഞാൻ ലൈറ്റ് നാച്ചുറൽ മേക്കപ്പാ. കാട്ടിലുള്ള വളരെ ടഫ് ലൈഫാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർഷ്മെല്ലോ ടോസ്റ്റ് ചെയ്യുന്നത് രാവിലെ നമ്മൾ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ. എന്താ പറയാ, ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞാനിങ്ങനെ ആൾക്കാരുടെ നിന്ന് പെറുക്കി എന്തൊക്കെയോ കഴിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ടെൻറ്റിൻ്റെ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകണം. എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് എല്ലാം ഭയങ്കര അനിവാര്യമാണ് നമ്മുടെ ലൈഫിൽ. കാരണം നമ്മൾ വോളിബോൾ കളിക്കണ്ടേ. പക്ഷെ എന്താണ് ഇവിടെ ഇങ്ങനെ സമ്മറായിട്ട് തണുപ്പ്. എനിക്കും അടിച്ച ബഗ് സ്പ്രേഡിലേക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ കാണിച്ചു കൊടുക്കും. എന്ത് ഇങ്ങനെയാ അത് കാണത്തില്ല. ഇപ്പുറത്തിരി മോസ്കിറ്റോ റിപ്പല്ലന്റ് ആൻഡ് ബഗ് സ്പ്രേ. ഞാൻ ബേബീനെ എടുക്കുന്നത് കൊണ്ട് ഞാൻ മേത്തൊന്നും അടിക്കുന്നില്ല, ജസ്റ്റ് കാലിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. മെയിൻ ബീച്ച് പോവാ തെറിക്കാ. എല്ലാരും വോളിബോൾ കളിക്കുന്ന അവിടെ. ഇത് നോക്കിയാട്ടെ, കാണിക്കെല്ലാരും കണ്ണട. നോക്കട്ടെ. ഹായ് സുന്ദരി മണിയാണോ ഇത്? ഹായ്. ബീച്ചിലെല്ലാം പോയിട്ട് എന്താ പറയുക, ഇവിടെ വേറെ എന്ത് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് എന്നിങ്ങനെ പരിധി നടന്നപ്പോഴാണ് നമ്മളിവിടെ സൈക്ലിംഗ് കണ്ടത്. ഇതിലാണ് ചുട്ടുമണി ഫസ്റ്റ് സൈക്കിൾ ട്രിപ്പിന് പോകാൻ പോകുന്നത്. ഒരു സൈക്കിളായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സാധനം നോക്കിയാ. ഇതിനാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഇങ്ങോട്ടോക്കെ അറബി നോടബി താല്പര്യക്കുറവ്. എന്റെ തൊപ്പി ഒരു കളിട്ടോ. ഇതാണോ ചുറ്റും ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിനൊക്കെ പുറമേനിക്കുന്നു. കുട്ടിയുടെ അച്ഛനാണ് പോകുന്നത്. എനിക്ക് ഈ സന ഞാൻ ഇതിലാണ് പോകുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുമോ? ഇതെവിടെ എത്തിയേ?
കുറേ നേരത്തിന് ശേഷം നമ്മൾ പുതിയ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് നമ്മൾ വന്നു, വിച്ച് ഈസ് പ്രിറ്റി നൈസ്. ഇന്നലെ നിന്ന പോലെ തന്നെ എനിക്ക് ഇവിടെ കുറച്ചും കൂടി മരങ്ങൾ സറൗണ്ടഡ് ആണെന്ന് തോന്നുന്നു ഇന്നലത്തെക്കാളും. നമ്മൾ 2 ക്യാമ്പ് സൈറ്റ് ഇവിടെ കരടി ഉണ്ടെന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ക്യാമ്പിംഗ് ആരാ പറഞ്ഞേ? ഓക്കെ, ഈ ക്യാമ്പിംഗ് സ്ഥലത്തിന് പെർമിറ്റ് കിട്ടുന്ന അവിടെ അവർ പറഞ്ഞു ഇവിടെ കരടി ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന്. ഇത് അത്യാവശ്യം വലിയ ടെൻ്റാണ്. അതിൻ്റെ ബാക്കിലുള്ള ടെൻറ്റിൽ മേ ബി ഒരു 4 ആൾക്കാർക്ക് കിടക്കാൻ പറ്റും. ഞാനിപ്പം ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഫീഡ് ചെയ്യുന്നതാണ്. ഞാൻ ഫീഡ് ഓൺ ഡിമാൻഡ് പ്രിഫർ ചെയ്യുന്ന ഒരു മദറാണ്. അല്ലാണ്ട് എന്താ പറയുക, ഇപ്പോൾ 3 hours കൃത്യം 3 hours കൂടുമ്പം അങ്ങനെ ഞാനൊരു സംഭവം ഇന്നേ വരെ ഞാൻ ഫോർ ഹെർ ഐ ഡെൻറ്റ് പ്രിഫർ ദാറ്റ്. സോ വെനെവർ ഷീ വോണ്ട്സ് മിൽക്ക് ഐ ഗിവ് ഹർ മിൽക്ക്. അങ്ങനെയാണ് നമ്മളുടെ രണ്ടാളുടെയും ആ ഒരു ഡൈനാമിക്സ് അങ്ങനെയാണ്. സോ റൈറ്റ് നൗ ഈ ഒരു ടെൻറ്റിനുള്ള ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. മേലോട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഫീഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഓർക്കട്ടെ. എന്ത് പറ്റി? മേലെ ഈ ഒരു വ്യൂവിലാണ് ഞാൻ വാവേനെ ഫീഡ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് വ്യൂ, ഇറ്റ്സ് വെരി പ്രിറ്റി. പുറത്ത് വലിയ വലിയ മരങ്ങളാണ് കടന്നു പോകുന്ന ഏജ്. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ലൈക്ക് എന്താ പറയുക, ക്യാമ്പിങ്ങിന് നോറക്കുട്ടി കോപ്പറേറ്റ് ചെയ്യുമോ എന്നുള്ളത്. എനിക്കും ആകാശേട്ടനും കുറച്ച് പേടിയുള്ളൊരു കാര്യമായിരുന്നു. ഐ വാസ് മോർ സ്കെയർഡ് ബിക്കോസ് ഈ ഒരു ടെൻറ്റിൽ ഇതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ മൊത്തം നമുക്ക് ശരിക്കും കല്ലും മണ്ണും എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ടെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ. സോ നമ്മൾ ടു മേക്ക് ഹർ കംഫർട്ടബിൾ നമ്മൾ ഈ ഒരു യോഗ മാറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായി. യോഗ മാറ്റിൻ്റെ കൂടെ ഈ ഒരു പിക്നിക് മാറ്റ് കൂടി ഇട്ടപ്പം കുറച്ചും കൂടി ഒരു കംഫി ആയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് കുറച്ച് പേടിയുണ്ടായിരുന്നു, ലൈക്ക് വാട്ട് ഇഫ് ഷീ ഫീൽസ് വെരി അൺകംഫർട്ടബിൾ ഈ ഒരു എൻവയൺമെൻറ്റ് ആൻഡ് ഈ ഒരു കുഷനില്ലാത്ത ആ ഒരു സംഭവം വിൽ ഷീ ടേക്ക് ഇറ്റ് വെൽ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ബട്ട് ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ഫൈൻ, ഷീ ഈസ് എൻജോയിങ് എവറി സിംഗിൾ തിങ്. നമ്മളിപ്പം എല്ലാവരും ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നതാണ്. കാരണം പുറത്ത് ഭയങ്കര മഴയും കാറ്റും വന്നു. ഇനിയിപ്പോൾ കാണിച്ചു തരാം, ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? പുള്ളി ഇരുണ്ട കൂടി നല്ല കാറ്റും മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ അറിയില്ല, മഴേൻ്റെ ശബ്ദം കേൾക്കാം. സോ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതാണ്. നമ്മളിങ്ങനെ ഈ ടെൻറ്റിൻ്റെ ഉള്ളിലിരിക്കുമ്പം എനിക്ക് വന്ന ഫസ്റ്റ് ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയായിരിക്കും ഈ പണ്ട് കാലത്ത് ആൾക്കാർ ഇങ്ങനെ ജീവിച്ചത് എന്നാണ്. നല്ല മഴ പെയ്തു ഒന്നിപ്പോൾ തോർന്നിട്ടേ ഉള്ളൂ. സോ ഇവിടെ കുറച്ച് എന്താ പറയുക, അറ്റ്മോസ്ഫിയർ കുറച്ചധികം തണുത്തു. സോ വി വെർ ലൈക്ക് മേ ബി അത്ര തണുപ്പ് രാത്രി ആവുമ്പം മേ ബി കുറച്ചും കൂടി കൂടുമായിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് നൈസ് ടു കീപ് നോറബി ഇൻസൈഡ് ദ ടെൻറ്റ്. 6 months നല്ലോണം കോപ്പറേറ്റ് ചെയ്യുന്നൊരു ബേബിയാണ്. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ സ്മാർട്ട് ഐഡിയ. സോ വി ആർ ഗോയിങ് ബാക്ക് ഹോം ടു നൈറ്റ്. ഇപ്പം നമ്മൾ സാധനങ്ങളെല്ലാം കാറിൽ പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ടെൻറ്റ് ഡീകൺസ്ട്രക്ട് ചെയ്യണം. എനിവേസ് പ്രിൻസ് ആൽബർട്ട് നാഷണൽ പാർക്കായിരുന്നു ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് നമ്മളുടെ വീട്. ആൻഡ് ഇറ്റ്സ് സോ ഇൻക്രെഡിബ്ലി ബ്യൂട്ടിഫുൾ ഹിയർ. ഭയങ്കര നല്ലൊരു മനസ്സിന് ഭയങ്കര ആശ്വാസം തരുന്നൊരു ബ്രേക്കായിരുന്നു. ആൻഡ് ഐ റിയലി വാണ്ടഡ് ദാറ്റ് ബ്രേക്ക്. ആൻഡ് ഐ തിങ്ക് ഐ വിൽ മിസ് ദിസ് പ്ലേസ് ഫോർ സം റീസൺ. നല്ല സ്ഥലം, ലൈക്ക് ചുറ്റും മരങ്ങളാണ്, എൻ്റെ ചുറ്റും മരങ്ങളാണ്. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് ഫോർ all the visheshams about our campsite and camping and everything. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.